പിങ്കി 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 എഴുന്നേറ്റേ പിങ്കി. ഇവളെന്താ പോത്ത് പോലെ കിടന്നുറങ്ങുന്നത്? എത്ര നേരം കൊണ്ട് വിളിക്കുവാ ഞാൻ. പിങ്കി പിങ്കി. അയ്യോ അമ്മേ ഓടി വായോ, എന്നെ കോക്കാച്ചി പിടിച്ചേ. കോക്കാച്ചിയല്ല മാക്കാച്ചി. എഴുന്നേറ്റ് കരുതി അങ്ങോട്ട്. എന്തുവാ ഇത്? നിനക്ക് എന്തിന്റെ അസുഖമായത്? ഞാൻ ഒരിടത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ലേ? നീ എന്തിനാ ഇങ്ങനെ അലറിയാതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുമല്ലോ. സോറി എടി, ഞാൻ പെട്ടെന്ന് നിന്നെ വിളിച്ചിട്ട് നീ ഉണരാത്തത് കൊണ്ട് ഞാൻ അത്ര ഒച്ചത്തിൽ വിളിച്ച. സോറി. നിന്റെ മുതുക് പോയോടി? നിന്റെ മുതുകിന് എന്തെങ്കിലും പറ്റിയോ? മനുഷ്യനെ ഉരുട്ടിയിട്ട് കൊന്നതും പോലെ പിന്നെ അവന്റെ കളിച്ചിട്ട് കോമഡി. നിന്നെ ശരിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം. എന്തിനാണ് കാറ് കൂടി കാര്യം പറ. ഒരു മന്തി കഴിച്ചാലോ ഒന്ന്? ഏത് മന്ത്? ആർക്കാടാ മന്ത്? നിനക്കാണോ മന്ത്? ഓ, ഞാൻ മന്തെന്നല്ല പറഞ്ഞത്, കുഴിമന്തി കഴിക്കുന്ന കാര്യമാ പറഞ്ഞത്. കുഴിമന്തിയോ? എന്താ നീ കുഴിമന്തിന്ന് കേട്ടിട്ടില്ലേ ഇതിനു മുമ്പ്? കുഴിമന്തി തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം ഒന്നും മാറ്റി പറഞ്ഞില്ലല്ലോ. ഇത്രയ്ക്കങ്ങ് എക്സ്പ്രഷൻ ഇട്ട് ചാവാന്. അല്ലടാ, പെട്ടെന്ന് കുഴിമന്തിന്ന് കേട്ടപ്പോഴേ അത് കേട്ടേന്റെ ഒരു വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ ചോദിച്ച. അതൊക്കെ പോട്ടെ, നീ കാര്യം പറ. എന്നും ഈ സാമ്പാറും അവിയലും ചോറും തോരനും മെഴുക്കുവരട്ടൊക്കെ കഴിച്ച് മടുത്തടി. നമുക്കിന്ന് വെറൈറ്റി ആക്കിയാലോ? അമ്മയോട് പറഞ്ഞു നോക്കാം കുഴിമന്തി വാങ്ങിച്ചു തരാൻ. അമ്മ വാങ്ങി തരുമായിരിക്കും. നീയും കൂടെ വരാമോ എൻ്റെ കൂടെ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ഇപ്പം അമ്മ നീ കുഴിമന്തി വാങ്ങിച്ചില്ല. പറയാത്ത താമസതേ ഉള്ളൂ. നീ എളുപ്പം ചെല്ല്. എടി, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഒത്തിരി നാളായില്ലേ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം അമ്മ ഉറപ്പായിട്ട് നമുക്ക് കുഴിമന്തി വാങ്ങിത്തരും. നീ വാ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ആ ശരി, വാ പോയി നോക്കാം. ഈ റേഡിയോ എന്താ ഓണാവാത്തത്? കുറേ നേരമായി ഞാൻ നോക്കുന്നു. എൻ്റെ ബാറ്ററി തീർന്നതാണോ? ബാറ്ററി ഉണ്ടോ എന്തോ. എടി റീറ്റു, നീ ഒന്ന് എഴുന്നേറ്റ്. എത്ര നേരമായി ഇങ്ങനെ കിടക്കുന്നു? എന്തുവാ മനുഷ്യ, ഒരിടത്ത് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങള്? എന്തുവാ നിങ്ങൾക്ക് വേണ്ടത്? ഇത്രയും നേരം അടുക്കള ജോലി ചെയ്ത് വന്ന് കിടന്നാ കുറച്ചു നേരം, അപ്പോഴത്തേക്ക് തുടങ്ങും റീറ്റു. എടി, ഈ റേഡിയോയുടെ ബാറ്ററി ഇരിപ്പുണ്ടോ ഇവിടെ? ഇതിനകത്ത് കേൾക്കുന്നില്ല പാട്ടൊന്നും. ബാറ്ററി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് നോക്കാമായിരുന്നു. പൊന്നു മനുഷ്യ, ഈ കട്ടിലെ കിടക്കാൻ ഞാൻ തന്നെ പോയി നോക്കണമെന്നുണ്ടോ ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്ന്? നിങ്ങൾക്ക് പോയി ഒന്ന് നോക്കിക്കൂടായോ? ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാ ഇത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നീ എന്നോട് അങ്ങ് ക്ഷമിക്ക്. പോട്ടെ, ഞാൻ അറിയാതെ വിളിച്ചതല്ലേ. നീ തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ. ഇവിടെ എന്താ ഇത്രയും നിശബ്ദത? സാധാരണ ഇങ്ങനെ അല്ലല്ലോ അവധിയുള്ള ദിവസം. ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. ഇവിടെ ആരും ഇല്ലേ? പിള്ളേരൊന്നും ഇല്ലേ ഇവിടെ എങ്ങും? നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാൻ ഞാൻ. മനുഷ്യന് കുറച്ചു നേരം മനസ്സമാധാനത്തെ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും കുശുമ്പുണ്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. എൻ്റെ പൊന്നു റീത്തു, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ കിടന്ന് ബഹളം വെക്കല്ലേ. നീ ആ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങ്. ഇനി അതിൽ നിന്നങ്ങാണ് ഉരുണ്ട് വീണ് നടു ഒടിക്കാതെ. അമ്മേ, നിങ്ങൾക്ക് സമാധാനമായല്ലോ. വരുന്നുണ്ട് കുട്ടിപ്പട. ഇനി എന്ത് പ്രശ്നമാണോ ആവോ? നിങ്ങളുടെ ചിരി ഞാൻ തീർത്തു തരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇടിച്ച ചിരി ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ അമ്മ എന്തുവാ കട്ടിലിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നേ? ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണോ? അതേടാ, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. മതിയോ നിനക്ക്? സമാധാനമായോ? നീ എന്തിനാണ് കമ്മേ നടന്ന് വിളിച്ച? കാര്യം പറയടാ. അയ്യോ അമ്മേ, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഒരു 2-3 വർഷം കഴിഞ്ഞ് മതി കല്യാണം, കേട്ടോ? അതിനിപ്പോഴേ എന്തിനാ അമ്മ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നേ? ഇല്ലടാ, നിനക്ക് കല്യാണം ഞാൻ നാളെ തന്നെ നടത്തിത്തരാം. നീ എന്തിനാണെന്ന് വിളിച്ച് കാർ കൂടുന്ന? കാര്യം പറയടാ. ഒരിടത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു പിള്ളേരെ ഇത്! ദൈവം ശനിയും ഞായറും കൂടി സ്കൂൾ വെച്ചായിരുന്നു കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടിയേനെ. കാര്യം പറയടാ കുട്ടിപ്പിശാചികളെ, എന്തിനു വന്നതെന്ന് പറ. അമ്മേ, അതുണ്ടല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ ചോറല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്കൊരു കുഴിമന്തി വാങ്ങിച്ചാലോ? പ്ലീസ് അമ്മേ, കുഴിമന്തി വാങ്ങിത്തരുമോ? അപ്പം ഇവിടെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ആര് കഴിക്കും? അതിന് ആർക്ക് കൊടുക്കും? പറയടാ. അങ്ങനെ ഇപ്പോൾ കുഴിമന്തി ഒന്നും കഴിക്കണ്ട. ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊന്ന് കഴിച്ചാൽ മതി. നല്ല ചോറും മീൻ വറുത്തതും തോരനും മെഴുക്കുവരട്ടിയും സാമ്പാറും ഉണ്ട്. അത് കൂട്ടി അങ്ങോട്ട് ആഹാരം കഴിച്ചാൽ മതി, കേട്ടല്ലോ? കുഴിമന്തി പോലും കുഴിമന്തി. അമ്മേ പ്ലീസ് അമ്മേ, ഈ ഒരു പ്രാവശ്യത്തേക്ക് പ്ലീസ് അച്ഛാ. അമ്മയോട് ഒന്ന് പറയച്ചാ പ്ലീസ്. റീത്തു, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പോട്ടെ, അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡല്ല. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കുമോ? ഫുഡ് കൊണ്ട് വെറുതെ കളയാൻ പറ്റുമോ? കുഴിമന്തിയൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോ, നേരത്തെ തീരുമാനിക്കണമായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി കുഴിമന്തിക്ക് വേണ്ടി ആഹാരം ഒന്നും കൊണ്ടുവന്ന് കളയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് കഴിക്കാവോ ഫുഡ് ഫുള്ള്? അങ്ങനെയാണ് നിങ്ങൾ കുഴിമന്തി വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നെ മിണ്ടായിരുന്നോണം. എൻ്റെ പേരും കേൾക്കാൻ വേണ്ടി പറയുക. ഇവിടെ കുഴിമന്തി ഒന്നും വാങ്ങിക്കുന്നില്ല. മര്യാദയ്ക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്ന് വല്ലതും പഠിച്ചു. ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ ഞാൻ ചോറും കറിയും എടുത്തു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിക്കാൻ രണ്ടും ഞാനൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ. തല പെരുത്തിട്ട് വയ്യ എൻ്റെ.